എനിക്കൊരു ശ്രദ്ധ കിട്ടി തുടങ്ങുന്നത് തന്നെ ഈ കോവിഡിനെ വിറ്റ് ആണ് എനിക്ക് ശ്രദ്ധ 10 ആൾക്കാരുടെ ഇടയിൽ കിട്ടുന്നത് തന്നെ. ഞാൻ ഏതൊരു പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഏതൊരു മൊമെൻറ്റിലും ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ ആ ഒരു തിരിഞ്ഞു നോട്ടമാണ്. അന്ന് ദുൽഖർ ഒരു ഓഫർ തന്നിരുന്നു. അന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു കിങ് ഓഫ് കൊത്ത നടക്കുന്നതിന് തൊട്ട് മുന്നെയാണ്. അപ്പോൾ അതിലൊരു 2-3 പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. ജിബിൻ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. കൊച്ചു കുട്ടികൾക്ക് വരെ ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഞാൻ ആരാണ് എന്താണ് എന്നുള്ളത് അതിൻ്റെ പുറകെ സെർച്ച് ചെയ്ത് പോയി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ DSC കണ്ടില്ലേ, പൊളിച്ചില്ലേ ഇയാള് എന്നൊരു സാറിൻ്റെ ഒരു ഘനഗംഭീരമുള്ളൊരു സംഭവമില്ലേ, ആ ഒരു സംഭവത്തിൽ അത് അത് കേട്ടപ്പോൾ നല്ല ഒരു പെർഫോമറാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ആ ഒരു പുള്ളിക്കാരി എവിടെ നിന്നാണ് പറയണതെന്ന് അറിയാമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കുന്നത് പോലും ഭയങ്കര ഇതാണ്. മലയാളത്തിൻ്റെ ലെജൻസാണ്. മീൻസ് മലയാളി അറിയാമല്ലോ നമുക്ക് ഇവരാരാണ്. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വാക്കി നിർത്താൻ പറ്റുന്നവരല്ലോ രണ്ടുപേരും. അപ്പോൾ രണ്ടുപേരും ആ ഒരു സിനിമ കണ്ടിട്ട് നമ്മുടെ പെർഫോമൻസിനെ പറ്റിയും ആ സിനിമയെ പറ്റിയും നല്ലത് പറയുമ്പോൾ കിട്ടുന്ന ഒരു 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 കോൺഫിഡൻസ് ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇവർ ഇപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലുമായിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന അവരുടെ ആ ഒരു വഴിയുണ്ടല്ലോ, അത് നമ്മളെല്ലാവരും കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. എന്നെ സ്ക്രീനിൽ ആദ്യമായിട്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തത് ലാൽ സാറിൻ്റെ കൂടെ ആയിട്ട്. ഞാനൊരു ആക്ടറാണ്. അതെനിക്ക് ആ ഒരു ധാരണയിലാണ് ഞാൻ ജീവിക്കുന്നത്. മലയാളത്തിൽ തന്നെ ചെയ്തു വെച്ച പല സിനിമകളും കാണുമ്പോൾ കൊതി വന്നു, ദൈവം എന്ത് പെർഫോമൻസ് ആണ്. ജിബിൻ ഗോപിനാഥാണ് ഇന്ന് കൂടെ ഉള്ളത്. ജിബിൻ ചേട്ടാ, വെൽക്കം. കുറേ നാളായിട്ട് വിളിച്ച് ഇന്നാണ് ഒന്ന് ഇരിക്കാനായിട്ട് പറ്റിയത്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷം. നമ്മളത് എന്തിനായിരുന്നു അപ്പോൾ വിളിച്ചത്? നമ്മുടെ DSC കളങ്കാവലും കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അല്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, കുറേ പരിപാടികളൊക്കെ അതിന് ശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നല്ല നല്ല പരിപാടികളുടെ ഭാഗമായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് പറയാം. ഇപ്പോൾ ഈ 2025 ജിബിൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ആസ് ആൻ ആക്ടർ നല്ലൊരു വർഷമായിരുന്നു. അപ്പം DSC ഉണ്ടായിരുന്നു, കളങ്കാവൽ, ഇപ്പം അടുത്ത വലിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇപ്പോൾ ഈ 2025 ഒരു ആക്ടർ ജിബിൻ ഗോപിനാഥിനെ എത്രത്തോളം പോളിഷ് ചെയ്തിട്ടുണ്ട്? അത് 2025 മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആഫ്റ്റർ കോവിഡ് നമുക്ക് എനിക്കൊരു ശ്രദ്ധ കിട്ടി തുടങ്ങുന്നത് തന്നെ ഈ കോവിഡിനെ വിറ്റ് ആണ് എനിക്ക് ശ്രദ്ധ 10 ആൾക്കാരുടെ ഇടയിൽ കിട്ടുന്നത് തന്നെ. ആ പോലീസിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്ത കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ആൾക്കാരിലേക്ക് ആദ്യം ഒരു ശ്രദ്ധ കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ കുറച്ച് നല്ല പരസ്യങ്ങളുടെ ഭാഗമാകാൻ പറ്റി. ഫോൺ പേ അങ്ങനെയൊക്കെയുള്ളൊരു പാൻ ഇന്ത്യൻ പരസ്യങ്ങളുടെ ഭാഗമായി അത് നല്ല റീച്ച് കിട്ടി. അതിനുശേഷമാണ് പിന്നെ കണ്ടിന്യൂസ് ഓരോ വർഷങ്ങളിലും നല്ല നല്ല പടങ്ങൾ കിട്ടി. കാര്യം 2023 എനിക്ക് തോന്നുന്നു 2018 എന്ന് പറയുന്ന സിനിമ നല്ല റീച്ചിൽ വന്നു. അപ്പോൾ അതിൽ സംഭവമെല്ലാം ശ്രദ്ധിച്ചു എല്ലാവരും. അത് കഴിഞ്ഞിട്ട് 2024 എനിക്ക് എപ്പോഴും വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ പറ്റുന്നത്. 2024 സംഭവം ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് വാഴയും കിഷ്കിന്ധാകാണ്ടും അടുപ്പിച്ചു വരുന്നത്. 25 അത് DSC കളങ്കാവലുമായിട്ടാണ് വന്നത്. ഇനി 26 ഞാൻ വെയിറ്റ് ചെയ്യാണ്. സംഭവം ഉണ്ട്. 26 നല്ല പരിപാടികൾ വരാനുണ്ട്. സെക്കൻഡ് ഹാഫിലേക്കായിരിക്കും. ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ വരേണ്ടതാണ്. എനിക്കറിയില്ല കൃത്യമായിട്ട് ഡേറ്റും കാര്യമൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന 2-3 സിനിമകളുടെ അല്ലെങ്കിൽ പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട് ഞാൻ ഉണ്ട്. അത് എത്രത്തോളം വലുതാണ് ചെറുതാണെന്നുള്ള പിന്നത്തെ കാര്യമാണ്. പക്ഷേ ആൾക്കാരിലേക്ക് എത്തുമെന്ന് ഉറപ്പുള്ള കുറച്ച് സിനിമകളുടെ ഭാഗമായിട്ട് ഞാനുണ്ട്. ഈ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അത്യാഗ്രഹം കൊണ്ടാണ് ഒരു നടനായത് എന്നുള്ളത്. ആഗ്രഹിക്കാം, നമുക്ക് അധ്വാനിക്കാം, പക്ഷെ അത് അത്യാഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു ലെവൽ, ഒരു നടൻ എന്ന രീതിയിൽ ആൾക്കാരിലേക്ക് എത്തണം. ഇപ്പം സർവൈവലിന് വേണ്ടിയിട്ട് പോലീസ് യൂണിഫോം കാക്കി തിരഞ്ഞെടുത്തു, അവിടെ നിന്ന് ലീവ് എടുത്തിട്ട് ആക്ടിങ്ങിലേക്ക് വന്നു. അപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ്. ഒരുപാട് സംവിധായകരെ വിളിച്ചിട്ടുണ്ട്, ഒരുപാട് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ആഡ് ഫിലിംസിലൂടെയും ഒക്കെ ഒരുപാട് ട്രൈ ചെയ്ത് ഇവിടെ വരെ എത്തി. ഇപ്പം ആ തുടങ്ങിയ സമയത്തുള്ളൊരു ജിബിൻ ഗോപിനാഥിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പം എന്ത് തോന്നുന്നുണ്ട്? അത് ഇപ്പം നോക്കുമ്പോഴെന്നുള്ളതല്ല, ഞാൻ ഏതൊരു പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഏതൊരു മൊമെൻറ്റിലും ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ ആ ഒരു തിരിഞ്ഞു നോട്ടമാണ്. എനിക്കത് ഓർമ്മിക്കാതെ എനിക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ ഇതുവരെയും ഞാൻ എങ്ങനെ വന്നു എന്നുള്ളതുകൊണ്ടാണ്. എന്നെ ഒരു 5 കൊല്ലം മുമ്പ് നിങ്ങൾ ഇരിക്കാൻ വിളിക്കില്ല ഇവിടെ. കാര്യം ഞാൻ അന്നും ഇന്നും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
മീൻസ് അന്ന് പ്രിപ്പയർ ചെയ്തത് അല്ലെങ്കിൽ അതിന് മുന്നേ പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പതിയെ റൂട്ടിലേക്ക് വരികയും അതൊക്കെ എന്താ നമ്മുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം ഭാഗ്യം ഇതെല്ലാം കൂടെയൊക്കെ ഒരുമിച്ച് വന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കുറച്ച് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റി, കുറച്ച് നല്ല പ്രോജക്റ്റുകളുടെ ഭാഗമാകാൻ പറ്റി. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടായിരുന്നു എല്ലാ വിധത്തിലും. എല്ലായിടത്തും ഈ പറഞ്ഞ ഈ മീഡിയ ഒത്തിരി എന്നെ വളരെ സപ്പോർട്ടുണ്ട് ഈ തുടങ്ങുന്ന സമയത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 20-ന് ശേഷം എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ വീഡിയോ ചെയ്തു തുടങ്ങുമ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ വളരെ സഹായിച്ചു. അതിനെയൊക്കെ തന്നെ ആ വീഡിയോസൊക്കെ ആൾക്കാരിലേക്ക് കൂടുതൽ എത്താൻ സഹായിച്ചത് അന്നത്തെ അതിൻ്റെ കണ്ടൻറ്റ് കണ്ടിട്ട് മീഡിയാസ് അതിനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടാണ് അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ആണ് ഇന്നിപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ എന്തെങ്കിലും എനിക്ക് കുറച്ച് വിജയ ചിത്രങ്ങളുടെ ഭാഗമാകാൻ പറ്റിയതിനെ പറ്റി സംസാരിക്കാൻ പറ്റുന്നത്. സോ ഓരോ മൊമെൻറ്റിലും എനിക്ക് ആദ്യം എൻ്റെ ചിന്തയിൽ വരുന്നത് അല്ലെങ്കിൽ ഏതൊരു സമയത്തും ഞാൻ മനസ്സിൽ നിന്ന് വിടാതിരിക്കുന്ന ഒറ്റ കാര്യം, ഞാൻ എൻ്റെ കഴിഞ്ഞ ഈ ഇത്രയും കൊല്ലത്തെ ഓരോ മൊമെൻറ്റും എനിക്കൊന്നും എൻ്റെ ഓർമ്മയിൽ നിന്ന് പോകത്തില്ല. അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഈ അത്യാഗ്രഹം കൊണ്ടാണ് എത്തിയതെന്ന് പറയാനുള്ള കാരണം എന്താ? ഞാൻ ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹം ഉണ്ടാകുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹത്തെ നമുക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാൻ പറ്റും, പിന്നെ ആവട്ടെ എന്ന് വയ്ക്കാൻ പറ്റും. അത്യാഗ്രഹം ആയിക്കഴിഞ്ഞാൽ മാറ്റി വയ്ക്കലില്ല, പിന്നെ അതിനോടുള്ള കൊതിയും ആർത്തിയുമാണ്. ഈ ഒരു ആർത്തി കൂടുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ എത്ര കിട്ടിയാലും മതിയാവില്ല എന്നുള്ളതിനാണ് ഈ ആർത്തി എന്ന് പറയുന്നത്. ആഗ്രഹം അതല്ല, നമുക്ക് ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ പറ്റും. എൻ്റെ ഈ ആഗ്രഹം നടന്നു എന്ന് പറയാൻ പറ്റും. പക്ഷെ അത്യാഗ്രഹം പിടിച്ച ഒരാളിനെ എത്ര കിട്ടിയാലും മതിയാവില്ല എന്നുള്ളതാണ് എൻ്റെ ഞാൻ മീൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സിനിമ എന്ന് പറയുന്നത് അത് തന്നെയാണ്, അത്യാഗ്രഹം തന്നെയാണ്. എനിക്ക് എത്ര കിട്ടിയാലും മതിയാകത്തില്ല, എത്ര ചെയ്താലും എനിക്ക് ഒരിക്കലും ഒരു മടുപ്പ് എന്നുള്ള സാധനം വരാത്ത ജീവിതത്തിൽ എൻ്റെ ഒറ്റ കാര്യം എന്ന് പറയുന്നത് എനിക്ക് സിനിമ എന്നുള്ള ഒറ്റ ആ ഒരു ഫ്രെയിമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൊതിയും ആഗ്രഹവും അതിനു മുകളിൽ അത്യാഗ്രഹവും ആർത്തിയുമായിട്ടുള്ളത്. അത് തന്നെയാണ് കാര്യം. അതുകൊണ്ടാണ് എനിക്ക് അത്യാഗ്രഹം എന്ന് പറയുന്നത്. അത്യാഗ്രഹത്തിന് ഒരിക്കലും ഈ പറഞ്ഞൊരു ഇതില്ലല്ലോ, എത്ര കിട്ടിയാലും മതിയാവാത്തതിനാണല്ലോ നമ്മൾ ആർത്തി എന്ന് പറയുന്നത്. അതാണ്, അത്രേ ഉള്ളൂ. ഇപ്പം ഈ ലീവ് എടുത്തിട്ടായിരുന്നല്ലോ നിൽക്കുന്നത്, ഇപ്പം വീണ്ടും ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയോ? 5 കൊല്ലത്തേക്കാണ് എടുത്തത്. ഇപ്പം 2.5 കൊല്ലമായി. അല്ല, മൊത്തം നമുക്ക് 5 കൊല്ലമേ കിട്ടുള്ളൂ. അതിനെ പറഞ്ഞ പോലെ ആർത്തി മൂത്ത് നിൽക്കുന്നവരത്തിന് ഇപ്പം ലീവ് അതിനപ്പുറത്തേക്ക് എനിക്ക് ഇവിടെ ഒരു നിലനിൽപ്പിന് ഒരു അനുഗ്രഹം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്നും സിനിമയുടെ ഭാഗമാകാനാണ്. കാര്യം ജോലി കിട്ടുന്നതിന് മുന്നേ തന്നെ സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒരാളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ തന്നെ നിൽക്കണം എന്നാണ് ആഗ്രഹം. എനിക്കറിയില്ല, ബാക്കിയെല്ലാം ഫ്യൂച്ചറിലെ കാര്യങ്ങളല്ലേ, അത് ഇവിടെ തന്നെ തുടരാൻ പറ്റണം എന്നൊരു ഇതിൽ നിൽക്കുകയാണ്. ഇപ്പം കഥാപാത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നല്ല ബ്രേക്ക് ത്രൂ കിട്ടിയ 2 കഥാപാത്രങ്ങൾ, ഒന്ന് സിനിമ, ഒന്ന് ആഡ്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ താരരാജാക്കന്മാരുടെ മക്കളുടെ ഒപ്പം തന്നെയാണ്. DQൻ്റെ ഒപ്പം ആ ഒരു ആഡിൽ ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ കിട്ടി. അതിനുശേഷം ഡയസിറെ വല്ലാത്തൊരു ബ്രേക്ക് ത്രൂ കിട്ടിയായിരുന്നു. അപ്പം നമ്മൾ പല ആക്ടേഴ്സിൻ്റെയും ഒരു ആഗ്രഹമാണ് ഈ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ മക്കൾ ഇങ്ങനെ വളർന്നു വന്നപ്പോൾ തന്നെ അവരോടൊപ്പം അഭിനയിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു, അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ 2 പേരുടെ കൂടെ, DQൻ്റെ കൂടെയും പ്രണവിൻ്റെ കൂടെയും സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഒരു അവസരം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള മൊമെൻ്റ് എങ്ങനെയായിരുന്നു? ആദ്യം DQൻ്റെ കാര്യത്തിൽ തന്നെ വരാം. ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ്, പോലീസിൽ ജോലിയിൽ ലീവ് എടുക്കുന്നതിനൊക്കെ വളരെ മുന്നെയാണ്. ആ സമയത്ത് ഈ ഒരു കാസ്പി പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് രാഖി നമ്മുടെ സുഹൃത്തിൻ്റെയാണ്, സുഹൃത്താകുന്നത് ഈ പരിസരത്തിന് ശേഷമുണ്ട് പുള്ളി സൗഹൃദത്തിൽ വരുന്നത് തന്നെ. ഒരു ഓഡിഷന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കാൻ പറയണം. അപ്പോൾ ഇവർ ഓൾറെഡി അവരുടെ ഡാറ്റാബേസിൽ എൻ്റെ ഒരു ഫോട്ടോയും എൻ്റെ ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് ഓൾറെഡി ഇവർ അയച്ചു കൊടുത്തിരുന്നു പ്രൊഡക്ഷൻ കമ്പനിക്ക്. മുംബൈയിലുള്ള എന്താ ഒരു കോക്കനട്ട് പ്രൊഡക്ഷൻസ് അങ്ങനെ എന്തോ ആണ്, അങ്ങനെ ഉണ്ടാകുന്ന പേര്. അപ്പോൾ അവർക്ക് എൻ്റെ ഫോട്ടോ വർക്കായി. വേറെ അവർക്ക് പ്രൊഫൈലിൽ വേറെ കൊടുക്കാൻ വീഡിയോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഓഡിഷൻ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ കാസ്റ്റിംഗ് ഏജൻസികളും ഈ ഒരു പരസ്യത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഇതിൻ്റെ സംഭവം വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ആക്ടേഴ്സ് എന്ന് പറയുന്നത് DQയും സമന്തയുമാണ്. അപ്പോൾ ഞാൻ വിട്ടു, നമുക്കിത് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ഞാനിത് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് കാര്യമാക്കിയില്ല. കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല എനിക്കിത് ഇവരുടെ കൂടെ, അതെൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. കാര്യം കിട്ടില്ല എന്നുള്ളത്, അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല, എനിക്ക് കിട്ടില്ല. അത് അന്ത ലെവലിൽ ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻസോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും വലിയ ആക്ടേഴ്സോ ചെയ്യുന്നുള്ള ധാരണയിലായിരുന്നു. അപ്പോൾ ഇത് ചെയ്തു വിടാൻ പറഞ്ഞ് ഇവർ കുറേ തവണ എന്നെ ശ്രമിച്ചു, ഞാൻ ചെയ്തു വിട്ടില്ല. അവസാനം ഇവരുടെ ശല്യം കൊണ്ട്, ഈ നമ്മുടെ ടീമിൻ്റെ ശല്യം കൊണ്ട് ഞാൻ വളരെ മോശമായിട്ട് അവർ തന്നൊരു സ്ക്രിപ്റ്റ് ഞാൻ ചെയ്തു വിട്ടു. അപ്പോൾ അത്
വർക്കായില്ല എന്നുള്ള എനിക്കും അറിയാം. അയച്ചു കൊടുത്ത് 5 മിനിറ്റ് അവർ ഡൗൺലോഡ് ചെയ്ത് കണ്ട് അപ്പോൾ തന്നെ കാസ്റ്റിംഗ് ഏജൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ വളരെ മോശമാണ് കേട്ടോ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ, സാറിന് ഇങ്ങനെ അല്ലല്ലോ നിങ്ങൾ. ഞാൻ പറഞ്ഞത് കിട്ടില്ല എന്ന് ഉറപ്പുള്ളൊരു സാധനത്തിന് ഞാൻ അധികം സമയം കളയണ്ടെന്ന് വെച്ചിട്ട് വെറുതെ ഇനി വിളിക്കല്ലേ, എനിക്ക് ഞാൻ അയക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവരും ഒരു നീരസത്തോടെയാണ് വയ്ക്കുന്നത്. ഇത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്കൊരു കോളല്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ്. എനിക്കൊന്ന് സെക്രട്ടറിൻ്റെ വലിയ അടിയോ മറ്റോ നടക്കുകയാണ്. അപ്പോൾ വരുന്നുണ്ട്, ഞാൻ ഈ വൈബ്രേഷൻ അടിച്ചിട്ട് നോക്കുമ്പോൾ ഒരു ഇവർ വിളിക്കുന്നുണ്ട്, കാശ്മീർ പെർഫെക്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്ക് ഇനിയിപ്പോൾ രാത്രി തിരിച്ച് വിളിക്കാം, ഇവർ വിളിച്ചുകൊണ്ടിരിക്കട്ടെ, പുതിയ ഏതോ ഓഡിഷന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഒരു കുറേ കോൾസ് കിടപ്പുണ്ട്, പരിചയമില്ലാത്ത നമ്പേഴ്സിൽ നിന്ന് കുറേ കോളുകൾ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം ഇത് കഴിഞ്ഞിട്ട് രാത്രി തിരിച്ച് വന്ന് വാട്സപ്പൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവരുടെ വോയിസ്, കാശ്മീർ ചേട്ടാ ഒന്ന് പെട്ടെന്ന് തിരിച്ച് വിളിക്കാമോ, നിങ്ങളെ ഒരു ബോംബെയിൽ നിന്ന് ഒരു പ്രൊഡക്ഷൻ ഹൗസ് വിളിച്ചിട്ട് നിങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചിരുന്നു, നമ്മൾ അന്ന് ചെയ്ത ഓഡിഷൻ അത് നിങ്ങൾ സെലക്റ്റാണ്. അപ്പോൾ എനിക്ക് കുറേ ചെയ്തിട്ടുകൊണ്ട് ഞാൻ ചെയ്താൽ. അപ്പോൾ ഉടനെ അവർ വിളിച്ച് വെറുതെ പറയും, ചേട്ടാ ദുൽഖറിൻ്റെ DQൻ്റെ അതിൽ നിങ്ങളെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞു ഞാൻ ചെയ്ത ഓഡിഷൻ വീഡിയോ ഭയങ്കര മോശമാണെന്ന്. ചേട്ടാ അതൊക്കെ തന്നെയാണ്, ബാക്കി കാര്യം പറയാം, നിങ്ങൾ ആദ്യം വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വന്ന നമ്പറിൽ തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും സെലക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാർ എൻ്റെ ഫോൺ ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് അറിയാൻ പറ്റുന്നില്ല, കോൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ കംപ്ലയിൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ നോ പ്രോബ്ലം അപ്പോൾ നിങ്ങളെ കണക്ട് ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഡേറ്റ്, ഷൂട്ടിംഗ് ഡേറ്റ് പറയാനും ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞു. ഞാൻ ഓക്കെ. എന്നിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഇവിടെ താൻ അയച്ച വീഡിയോ ഞങ്ങൾ അയച്ചു, പക്ഷേ അതിൻ്റെ കൂടെ ഞങ്ങൾ അറ്റാച്ച് ചെയ്ത് ആ കോവിഡ് ടൈമിൽ പോലീസിന് വേണ്ടി ചെയ്തൊരു ആ വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്ത് ഞങ്ങൾ വിട്ടിരുന്നു. പുള്ളി അതാണ് കണ്ടത്. പുള്ളി അത് കണ്ടപ്പോൾ പറഞ്ഞു ഓഡിഷൻ വീഡിയോ ഒന്നും വേണ്ട, പുള്ളി ഇത് മതി, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു അഭിനയം എന്ന് പറഞ്ഞ സാധനം ഇതാണ്, പുള്ളി മതി എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് സെലക്ട് ചെയ്യായിരുന്നു. അത് ഇത്രയും 2-2.5 ലക്ഷം പേരെ നോക്കിയിട്ട് അവരെ ഈ ഒരു ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. അവിടെ ചെന്നിട്ടും ഈ പറഞ്ഞ പോലെ എനിക്ക് ടെൻഷനൊന്നുമില്ല. നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ കൂടെ അഭിനയിക്കുന്നത് ആര് എന്നുള്ള ടെൻഷൻ എനിക്കില്ല. നമുക്ക് കിട്ടോ ഇല്ല എന്നുള്ള ഒരു സാധനം മാത്രമേ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചെയ്യുക എന്നുള്ളത് ആദ്യം വരുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, സമന്തയാണ് വരുന്നത്. അപ്പം നമുക്ക് 3 പേർക്കും ഒരേപോലെയാണ് സൗകര്യങ്ങളെല്ലാം ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബോളിവുഡ് പ്രൊഡക്ഷൻ ആണല്ലോ. അപ്പോൾ ഒരേപോലെ 3 ക്യാരവൻ, 3 അസിസ്റ്റൻറ്റുമാർ, മീൻസ് എനിക്കൊരു അസിസ്റ്റൻ്റ്, മേക്കപ്പ് അസിസ്റ്റൻ്റ്, അങ്ങനെ ഹോട്ടലിൽ പുറത്ത് പോയി യാത്ര ചെയ്യാനൊരു വണ്ടി എപ്പോഴും തന്നേക്കും, എന്നെ ഹെൽപ്പ് ചെയ്യാനൊരു ലാംഗ്വേജിനായിട്ട് ഒരാൾ, ഇങ്ങനെയൊക്കെ ഭയങ്കര സൗകര്യത്തിലൊക്കെ ആയിരുന്നു ഒരു 4-5 ദിവസം അവിടെ ഞാൻ കഴിഞ്ഞതൊക്കെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അതർ ലാംഗ്വേജ് ഹിന്ദിയൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. ഇവർ വന്നിട്ട് മീൻസ് സമാന്ത വന്നിട്ട് ഈ ഹിന്ദിയിൽ ആദ്യം സംസാരിച്ചു. ഞാൻ ഇവരെന്തോ ചോദിക്കുന്നു, ഞാൻ എന്തോ പറയുന്നു, അവർക്ക് മനസ്സിലായി എനിക്ക് ഹിന്ദി വലിയ ധാരണയില്ലാന്ന് മനസ്സിലായി. അപ്പോൾ കാര്യം പറയുന്നത് പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ ഫ്യൂച്ചർ ആണോ എന്നുള്ള എനിക്ക് ധാരണയില്ല, ലഗായോ ലഗിയോ എന്താണെന്നുള്ളത് എനിക്ക് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് നമുക്ക് വാക്കുകളൊക്കെ അറിയാം പറയാനുള്ളത്, എന്നാലും കൊടുക്കുന്നത് ചിലപ്പോൾ അർത്ഥം മാറിപ്പോൾ. അത് അവർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്. പിന്നെ ഒരു തമിഴ് ഓക്കെ എന്ന് വെച്ചാൽ ഞാൻ ഓക്കെ, അത് തമിഴ് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നല്ലത്. അപ്പോഴാണ് ദുൽഖർ കുറച്ച് കഴിഞ്ഞാൽ എത്തുന്നത്. അപ്പോൾ എനിക്ക് സമാധാനമായി, മലയാളം പറയുന്ന ഒരാളെ കിട്ടിയില്ല. പിന്നെ പുള്ളിയായിട്ട് നല്ല അടുപ്പത്തിൽ വന്ന് സംസാരിച്ചു. 2 ദിവസവും പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരുടെയും ഷൂട്ട് വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ഇപ്പോൾ ഡയറക്ടർക്ക് ഭയങ്കര വർക്കായി. അന്ന് തന്നെ പുള്ളി പറഞ്ഞിരുന്നു ഈ സംഭവം നിങ്ങൾക്ക് ഭയങ്കര ഉപയോഗപ്പെടും എന്നുള്ള രീതി. റാംസേ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ പുള്ളി ഭയങ്കര കാര്യമായിട്ട് അങ്ങനെ അന്ന് ദുൽഖർ ഒരു ഓഫർ തന്നിരുന്നു. അന്ന് പറഞ്ഞു, എനിക്ക് തോന്നുന്നു കിങ് ഓഫ് കൊത്ത നടക്കുന്നതിന് തൊട്ട് മുന്നെയാണ്. അപ്പോൾ അതിലൊരു 2-3 പ്രോജക്റ്റുകൾ വരുന്നുണ്ട്, ജിവൻ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം, നമുക്ക് നല്ലൊരു സംഭവം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മീൻസ് പുള്ളിക്കും വർക്കായി കണ്ടപ്പോൾ തന്നെ നല്ല. പക്ഷേ എനിക്കത് ഉപയോഗപ്പെട്ടത് മീൻസ് എല്ലാവരും ശ്രദ്ധിച്ചുവെങ്കിൽ പോലും ഇപ്പോൾ മമ്മൂട്ടി സാർ പറഞ്ഞതുപോലെ അദ്ദേഹം ആദ്യമായിട്ട് എന്നെ കണക്ട് ചെയ്യുന്നത്, എന്നെ ശ്രദ്ധിക്കുന്നത് ഈ ഒരു പരസ്യത്തിലൂടെയാണ്. കാര്യം ദുൽഖർ ചെയ്യുന്നൊരു പരസ്യമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ആൾ ആര് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് ആദ്യമായിട്ട് വരുന്നത്, എന്നെ അദ്ദേഹം ശ്രദ്ധിക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഈ അടുത്തൊരു സ്റ്റേജ് പ്രോഗ്രാമിന് സാർ അത് പറഞ്ഞു, ഇവനെ കിട്ടിയത് എനിക്ക് ഒരു പരസ്യത്തിലൂടെയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. വലിച്ചു നീട്ടി കുറച്ചധികമായി പോയിപ്പോട്ടെ എന്നാലും. പിന്നെ പ്രണവുമായിട്ട് DSG അത് എനിക്ക് യാതൊരുവിധ പരിചയവും എവിടെയും ഇല്ലായിരുന്നു. ഈ സിനിമയിലേക്ക് എത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. നല്ലൊരു സുഹൃത്താണ്. പക്ഷേ ഞങ്ങൾക്ക് ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ ഭയങ്കര സിങ്കായി. മീൻസ്
ഒരു 95% സീൻസും ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് ആ ഒരു വൈബ് കിട്ടി പരസ്പരം. അതിൻ്റെ ഒരു സാധനം കിട്ടിയപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പടവും അതുപോലെ വലിയൊരു വിജയമായി. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ്, ഏറ്റവും ലാഭം ഉണ്ടാക്കിയ സിനിമകളിലൊന്നാണ്. അപ്പോൾ അതിലൊരു പ്രധാന വേഷം ചെയ്യാൻ പറ്റി, അത് പ്രണവിനോടൊപ്പമാണ്. സോ അതൊരു ഞാൻ പറയില്ല, ഈ രണ്ട് നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും അഭിമാനങ്ങളായിട്ടുള്ള രണ്ടുപേരുടെയും അടുത്ത തലമുറക്കാരിലൂടെയാണ് എനിക്ക് നല്ല രീതിയിലുള്ള റീച്ച് അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടിയതെന്ന് വേണമെങ്കിലല്ല, അതാണ് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അത് പറഞ്ഞ എന്തൊക്കെയോ ഒരു അനുഗ്രഹം പോലെ സംഭവിച്ചാണ് ഇതൊക്കെ. ഈ ഡയസറയ്ക്ക് ശേഷം പലരും പേര് പറഞ്ഞ് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? അതിനു മുൻപ് വരെ ഈ അറിയാലോ ആക്ടർ ആണല്ലോ ഇന്ന സിനിമ എന്ന് പറഞ്ഞാൽ പോലും പേര് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. ഈ പേര് വെച്ച് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയല്ലോ, അത് തിരിച്ചറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അത് ഏറ്റവും കൂടുതൽ ചെറിയ പിള്ളേരൊക്കെ ജിബിൻ ചേട്ടനല്ലേ അല്ലെങ്കിൽ ജിബിൻ ഗോപിനാഥ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ പിള്ളേർ, കാര്യം മീൻസ് നമ്മുടെ 2 തലമുറ അപ്പുറമുള്ളവരാ. മീൻസ് ഈ ഒരു 6, 7, 8 വയസ്സൊക്കെ ഉള്ള കൊച്ചു പിള്ളേർ വന്നിട്ട് അതിനു മുന്നേ വാഴയിലെ അങ്കിളല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നവരാണ്. അതിനുശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 18+ ആണ്, DSR എന്ന് പറഞ്ഞാൽ 18+ ആണ് സിനിമ. എന്നിട്ട് പോലും ഇത് ഹോട്ട്സ്റ്റാറിലൊക്കെ വന്നപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്ന് കാണാൻ തുടങ്ങി. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെ ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഞാൻ ആരാണ് എന്താണ് എന്നുള്ളത് അതിൻ്റെ പുറകെ സെർച്ച് ചെയ്ത് പോയി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഒരു ആക്ടറിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പേര് പറയുക എന്നുള്ള വലിയ കാര്യമാണ്. അപ്പോൾ പേര് പറയുമ്പോൾ അറിയാം. അതിന് പകരം വാഴയിലെ മറ്റേ ഒരു 5 അച്ഛന്മാരിൽ ഒരാൾ എന്ന് പറയുന്ന, എനിക്ക് വാഴ തന്നൊരു സൗഭാഗ്യം ഉണ്ടല്ലോ. കാര്യം ഇതിന് തൊട്ട് മുമ്പ് വരെ വാഴയിലെ ഒരു ക്യാരക്ടർ ചെയ്ത ആളായിട്ടാണ് എല്ലാവരും കരുതിയിരുന്നത്. അപ്പോൾ ഇപ്പോൾ വാഴ കാണുമ്പോഴും പറയുന്നത് ജിബിൻ ഗോപിനാഥാണെന്ന് പറയുന്നു. അതാണ് ആ ഒരു വ്യത്യാസം വന്നത്. സിനിമാക്കാരൊരു പേര് പറയുക, അല്ലെങ്കിൽ സിനിമയുടെ പിന്നണിയിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ സാധാരണക്കാർ സിനിമ കാണുന്ന ആൾക്കാരൊക്കെ ഒരാളുടെ പേര് പറയുക, ഒരു ആക്ടറുടെ പേര് പറയുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയൊരു സ്വീകാര്യതയാണ്. അതിൽ സ്വീകാര്യത കിട്ടുക എന്നുള്ളതാണ് ഇവിടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയൊരു കാര്യവും. ഇപ്പോൾ അതെനിക്ക് തോന്നുന്നു DSRയും കളങ്കാവലും എനിക്ക് ഭയങ്കരമായിട്ട് തന്നിട്ടുണ്ട്. ആ ഒരു സ്വീകാര്യത ആൾക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ള വലിയ ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ പ്രണവ് മോഹൻലാലിൻ്റെ ക്ലോസ് കണക്ഷൻസിൽ ഒരാളാണ് ജിബിൻ ചേട്ടൻ എന്നുള്ളതും ഇപ്പം ഇങ്ങനെ പരക്കെയുള്ള ഒരു സംസാര വിഷയമാണ്. ആളുടെ ഒരു പ്രൈവറ്റ് കണക്ഷൻസ് ആണല്ലോ ആൾക്കുള്ളത്, വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള കുറച്ച് സർക്കിളല്ലേ ഉള്ളൂ. അതിലൊരാളാണ് അറിഞ്ഞു. അടുത്ത സുഹൃത്താണ്, ഇടയ്ക്ക് മെസ്സേജ് അയക്കും, വിളിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ വിളിക്കും. ഇപ്പോഴും ട്രിപ്പിലാണോ ആളിപ്പോഴും ട്രിപ്പിലാണോ? ആണ്, അതെ പുള്ളി ട്രിപ്പിലാണ്. എല്ലാ കാര്യങ്ങളും അപ്പൊ ഈ ട്രിപ്പിന്റെ അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കും. പുള്ളി അങ്ങനെയാണ്. പുള്ളി അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മൊബൈലിൽ വിളിക്കുക, മെസ്സേജ് അയക്കുക എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ഉപയോഗിക്കപ്പെടുന്നത് ക്യാമറ ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ നമ്മൾ വെളിയിലുള്ള പലരും കണ്ടിട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ യാത്രകളുടെ ഒരു ഒത്തിരി പിക്സും വീഡിയോസും കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പുള്ളിയുടെ ഇതുവരെയുള്ള യാത്രകളുടെയും ജീവിതത്തിലെയും പല നല്ല മൊമെൻറ്റ്സും അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. അത് വളരെ പ്രൈവറ്റായിട്ട് അദ്ദേഹം കൊണ്ട് കിടക്കുന്ന പലതും നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അദ്ദേഹത്തിന് മൊബൈൽ എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ടുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ നല്ലൊരു അടുത്ത കൂട്ടുകാരനാണ്. പിന്നെ കളങ്കാവല്ലിയൊക്കെ വന്നു കഴിഞ്ഞാൽ മമ്മൂക്ക, വിനായകൻ ചേട്ടൻ ഇവരുടെ കൂടെ ഇത്രയും വലിയ ലെജൻസിൻ്റെ ഒപ്പം ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ തന്നെ ചെയ്യാനായിട്ട് പറ്റി. ഇപ്പം ഈ ലാസ്റ്റ് ഇവൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ആ സ്റ്റേജിൽ നിന്നപ്പം സൗണ്ട് ഇടറുന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചായിരുന്നു. എന്നുവെച്ചാൽ സാധാരണക്കാർക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ മമ്മൂക്ക എടുത്ത് തന്നെ പറഞ്ഞു ഡയസറെ കണ്ടില്ലേ എന്നുള്ളത് എടുത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അപ്പോൾ മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് പറ്റി ആ ഒരു മൊമെന്റ് ആൻഡ് ആ ഒരു സമയം എങ്ങനെയായിരുന്നു സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയത്, ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ? ഞാൻ ആക്ച്വലി ആദ്യം ചെയ്യുന്നത് കളങ്കാവലാണ്, അതിന് ശേഷമാണ് ഞാൻ DSR ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു ഭാഗ്യം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ നല്ലൊരു കമൻറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ വില എന്താണ് എന്നുള്ളത് എനിക്കത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. പലയിടത്ത് ചെല്ലുമ്പോഴും അത് ഭയങ്കര ഒരു സംഭവമായിട്ടോ അദ്ദേഹം അങ്ങനെ നമ്മൾ ചില യാത്രകളിൽ വഴിയിൽ പെട്ടെന്ന് വീണ് കിട്ടുന്ന ചില ഫലങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് പറഞ്ഞൊരു സംഭവം. എനിക്കത് ഒരു ദിവസം, എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് അത് ഞാനിട്ട് വെറുതെ കേൾക്കും, അത് കാണും, ആ ഒരു വീഡിയോ ഇട്ട് കാണും. അത് എനിക്ക് തരുന്ന എനർജി വേറെയാണ്. അത്രയും ആരാധിക്കുന്ന, അല്ലെങ്കിൽ അത്രയും നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നൊരു മനുഷ്യൻ നമ്മളെ
ഒരു ഇത്രയും ആൾക്കാരുള്ള ഇത്രയും സിനിമാക്കാർ ഇത്രയും ഇരിക്കുന്ന പബ്ലിക് ഇങ്ങനെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫങ്ഷനിൽ വെച്ചിട്ട് അത്രയും നല്ലൊരു വാക്ക് പറയാൻ അതിനൊരു കാരണവും അതിനൊരു എന്തു പറയാൻ ആ മൊമെന്റിൽ എനിക്കറിയില്ല ഞാനതെങ്ങനെ കവർ ചെയ്ത് നിന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കരുതുന്നില്ല, കാര്യം ആ സ്റ്റേജിലേക്ക് കയറാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. അത് പറഞ്ഞിരുന്നത് ഡയറക്ടർ, റൈറ്റർ, പിന്നെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് പിന്നെ മമ്മൂട്ടി സാറ്, അങ്ങനെ വിനായകൻ ചേട്ടൻ, ഇത്രയും പേരാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഞാൻ എന്നുള്ള വ്യക്തി അവിടെ ഇല്ലായിരുന്നു. അത് എന്നോട് പറയല്ല, ഇതാണെന്നുള്ളൊരു ഇത് കണ്ട് അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. അത് നമുക്കൊന്നും പറയണ്ടല്ലോ, രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുന്നത്. ഒരു ഐഡിയ ഇല്ലാണ്ടായിപ്പോയി. ഞാൻ എന്ത് പറയണമെന്നോ എവിടെ തുടങ്ങണമെന്നോ ഒന്നുമില്ലാതിരിക്കുക. ഞാൻ അതുവരെ ഈ അദ്ദേഹം കയറിയ സ്റ്റേജിലേക്ക് കയറുന്നത്, എൻ്റെ തൊട്ട് മുന്നിലത്തെ റോയിൽ അദ്ദേഹം ഇരിപ്പുണ്ട്, കയറുന്നത് മുതലുള്ള മൊത്തം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. നമുക്കിങ്ങനെ അടുത്ത് കിട്ടിയല്ലോ, ഭയങ്കര ഗ്ലാമറായിട്ട് നിൽക്കുക, ബ്ലൂ ഷർട്ടിലൊക്കെ ആയിട്ട് ഭയങ്കര സ്റ്റൈല് മമ്മൂട്ടി സാർ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനിത് എടുത്തോണ്ടിരിക്കുകയാണ്, വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ആങ്കർ പറയുന്നതും ഉടനെ ഇങ്ങനെ നോക്കിയിട്ട് ജുവിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കയ്യിൽ നിന്നും ഫോൺ താഴ്ത്തി എൻ്റെ കിടപ്പുണ്ട വീഡിയോ കയ്യിൽ നിന്ന് ഇത് കേട്ടിട്ട് ഞാൻ അപ്പം ഡയറക്ടർ ജിതിൻ അപ്പം എന്നെ വിളിച്ചിട്ട് ചെല്ലി സാർ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കയ്യിൽ നിന്ന് താഴെ പോയി, പിന്നെ അവിടെ നിന്ന് പറക്കിയെടുത്ത് ഓഫാക്കിയിട്ടാണ് പോകുന്നത്. ആ വീഡിയോ അതുപോലെ കിടപ്പുണ്ട് എൻ്റെ. അപ്പോൾ അവിടെ ചെന്നിട്ട് എവിടെ തുടങ്ങണം, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു വെപ്രാളമായിരുന്നു തുടക്കത്തിൽ. അത് കഴിഞ്ഞ് എൻ്റെ ഒരു പരങ്ങൽ കണ്ടിട്ടാണ് ഇങ്ങനെ ചേർത്ത് പിടിച്ചു വരുന്നത്. ചേർത്ത് നിർത്തിയിട്ട് ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു 3-4 തവണ ഇങ്ങനെ ഓരോ മൊമെൻറ്റിൽ അദ്ദേഹം ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ പറഞ്ഞ ഞാൻ ഒരു പരസ്യത്തിലൂടെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒരു 4-5 മിനിറ്റ് എന്നെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അറിയാണ്ടായിപ്പോയി. അവിടെ നിന്ന് ഇങ്ങനെ പറയാം, നിങ്ങൾ DSC കണ്ടില്ലേ, പൊളിച്ചില്ലേ ഇയാള് എന്നൊരു സാറിൻ്റെ ഒരു ഘനഗംഭീരമുള്ളൊരു സംഭവമില്ലേ, ആ ഒരു സംഭവത്തിൽ അത് കേട്ടപ്പോൾ എനിക്കറിഞ്ഞൂടെ ഞാൻ ഏത് ലോകത്തായിരുന്നോ ഏത് മൂഡിലായിരുന്നു. എനിക്കെൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടേ എനിക്ക് കയ്യിൽ നിന്ന് പോയി, സത്യത്തിൽ എനിക്ക് കയ്യിൽ നിന്ന് പോയി. ഞാൻ ഒരു സെക്കൻഡ് കൂടെ എൻ്റെ ഒരു പോയിന്റ് ഞാൻ അപ്പുറത്തേക്ക് കയറിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ നിന്നങ്ങ് പൊട്ടിയേനെ അവിടെ. ഞാൻ ചിലപ്പോൾ അവിടെ അങ്ങ് ആകെ ഔട്ടായ. അദ്ദേഹം എന്നെ പറ്റി പറയുന്ന സമയത്ത് എനിക്കൊന്നും സത്യത്തിൽ ഞാൻ ഈ അവിടെ എന്താണെന്നുള്ള ഞാൻ കാണുന്നില്ല. ഫുള്ള് എനിക്ക് ബ്ലാങ്കാ, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടാതെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുമ്പോൾ അയ്യോ എനിക്ക് ആലോചിക്കുമ്പോണ്ടല്ലോ, ഞാൻ ഡെയിലി അത് കാണുമ്പോൾ കിട്ടുന്നൊരു കിക്കുണ്ട്, ഭയങ്കര ഓരോ ദിവസത്തെ ഒരു മോട്ടിവേഷൻ ഭയങ്കര കാര്യം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പലയിടത്ത് പോകുമ്പോഴാണ് അതിൻ്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഓരോ സ്ഥലത്തും എന്നെ ഒരാള് ഞാൻ ആദ്യമായിട്ട് ഇട്ടാട്ടോ ആ ഷർട്ട്, ആ പ്രോഗ്രാമിനായിട്ട് ഞാൻ അത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ തന്നെ കോസ്റ്റ്യൂമറുണ്ട് അഭിജിത്ത്. പുള്ളിയുടെ എനിക്ക് നല്ല രസമായിരിക്കും ചേട്ടാ, നല്ല രസമായിരിക്കും സ്റ്റേജിലൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റേജിൽ കയറുക എന്നുള്ളതാണില്ല, പക്ഷെ ആ ഫംഗ്ഷൻ പങ്കെടുക്കുമ്പോൾ ഒത്തിരി കളർഫുള്ളായിട്ടൊക്കെ ഇരിക്കാമല്ലോ, അതൊക്കെ കരുതിയിട്ടാണ്. ഇപ്പം ഈ ഷർട്ട് പോലും അഭിയുടെ കേട്ടോ, അഭി തന്നതാ. മറ്റേ ത്രെഡ് ലോക്കർ എന്നിട്ട് പുള്ളിയുടെ സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കയറിയതാണ്. അപ്പോൾ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. ആ ഹഗ്ഗിൽ ഞാൻ അപ്പോൾ ഫങ്ഷൻ കഴിഞ്ഞുകൊണ്ട് തന്നെ ആദ്യം ചെയ്തത് ഞാൻ അതിനെ മടക്കി വെച്ചതാണ്. ആദ്യമായിട്ട് ഇട്ട ഷർട്ടാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഒരു മണം അതിനകത്തുണ്ട്. മീൻസ് എന്നെ അതിനുശേഷം വലിയ ഉപയോഗിച്ചിട്ടില്ല, ഇനി അത് ഉപയോഗിക്കില്ല, അത് അങ്ങനെ ഇരിക്കട്ടെ. അതങ്ങനെ തന്നെയാണ്. അതെൻ്റെ ഏറ്റവും വലിയ ഒരു നിധി പോലെ സാധനം ഇരിപ്പുണ്ട്. ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുക. അതെൻ്റെ ഒരു പേഴ്സണൽ ഏറ്റവും അത് ഷെയർ ചെയ്യാനുള്ള സാധനമല്ല. ഞാൻ പോലും ഇനി അത് ഷെയർ ചെയ്തില്ല. അതെനിക്കത് അത്രയും വേണം. അദ്ദേഹത്തിന് മണം ഉണ്ട് അതിനകത്ത്. ഇമോഷണൽ ആക്കാണ്. സീരിയസ്ലി എനിക്കത് അമ്മാതിരി ഇമോഷണൽ ആണ് ആ ഒരു. ഈ ഫസ്റ്റ് അപ്പം ഈ കളങ്കാവലിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിനോട് അഭിനയിച്ചപ്പോൾ ഇതുപോലൊരു ഹൈ മൊമെന്റ് കിട്ടിയിരുന്നു? അത് തീർച്ചയായിട്ടും നമുക്ക്. അപ്പം ഞാൻ ഇതിനു മുന്നേ ഞാൻ ഒരു കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന പടത്തിൽ ഞാൻ ആക്ച്വലി അദ്ദേഹത്തോടൊപ്പം 4-ാമത്തെ 5-ാമത്തെ സിനിമയാണ്. എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും കുറേ അതിനേക്കാളൊക്കെ കയറി അദ്ദേഹത്തിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഗ്രേറ്റ് ഫാദറിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം ഡയലോഗ് പറയുന്നത് അദ്ദേഹത്തോട് തന്നെയാണ്. റൂമിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലേക്ക് ചെന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതും ഞാനിവിടെ പുതിയ ആളാണ് സാർ പോയി എന്ന് എഴുതിയിട്ടാണ് ഞാൻ വന്ന് കയറിയത്. സോറി സാർ എന്ന് പറയുമ്പോഴത്തേക്കും ശരി എന്ന് പറഞ്ഞ് ശരി ഇങ്ങനെ പൊയ്ക്കോ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ആദ്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ ഡയലോഗ്.
അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ 1-ൽ അഭിനയിച്ചു. പക്ഷെ അതിൽ കോംബോ വരില്ല. എൻ്റെ ഒരു ഇൻട്രോ സീൻ കാണിക്കും. റോഡിൽ നിന്നിട്ട് ഒരു പോലീസുകാരൻ ഫുൾ സമരക്കാരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അത് കഴിയുമ്പോൾ പുള്ളിയുടെ നമ്പർ 1 CM-ൻ്റെ കാറ് ഇവരെല്ലാം ഞാൻ തടഞ്ഞു നിർത്തുമ്പോഴത്തേക്കും സൈഡിലൂടെ കയറി പോകുന്ന അതൊരു സംഭവം ചെയ്തു. പിന്നെ കണ്ണൂർ സ്ക്വാഡിൽ ഒരു സീനേ ഉള്ളൂ, ഒരു സീൻ. പക്ഷേ അത് അദ്ദേഹത്തോടൊപ്പം ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് സംഭവം ഇവിടുന്ന് കിട്ടുമോ സാറേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ റെക്കോർഡ്സൊക്കെ തപ്പണം എന്നൊക്കെ പറഞ്ഞ് അന്ന് തപ്പാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സാധനം. അത് കഴിഞ്ഞാണ് എനിക്ക് നേരെ ഇങ്ങനെ ഒരു കോള് വരുന്നത്. ഞാനത് അങ്ങ് ഒരു 20-40 ദിവസം വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ സുനിൽ സിംഗ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. പുള്ളി വിളിച്ചിട്ട് ഇവിടുന്നാണ് വിളിക്കുന്നത്. നമ്മളെ കൊടുക്കാനാകെ അതിലുള്ളൂ, ഡേറ്റ് അല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല അത് ആകെ തരാൻ ഡേറ്റേ ഉള്ളൂ, എത്ര 40 അല്ല 400 ദിവസം വേണമെങ്കിലൊക്കെ എടുത്തോ, എനിക്ക് വേറെ ഒന്നുമില്ല. അത് മീൻസ് വിളിക്കുന്നത് മമ്മൂട്ടി കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് എത്തുന്നത്. പിന്നെ ഇത്രയും 10-45 ദിവസം കൊണ്ട് തീർന്നൊരു സിനിമയാണ്. ഇത്രയും എനിക്ക് തോന്നുന്നു 40 ദിവസം ഞാൻ സെറ്റ് തന്നെയുണ്ട്. എനിക്ക് നമ്മൾ അഭിനയിക്കുന്നു, അതോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. നമ്മളെല്ലാവരും കൈയടിച്ചൊരു സീനുണ്ടല്ലോ, മറ്റേ മണി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കാറിനകത്തിട്ട് ഇങ്ങനെ ഞെരിച്ച് കൊന്നിട്ട് സിഗരറ്റ്, അതൊക്കെ നമ്മൾ ലൈവ് കണ്ടിട്ടുണ്ടല്ലോ. അത് പിന്നെ അതുപോലെ അദ്ദേഹം ഒരു പെൺകുട്ടിയോട് പ്രണയം മറ്റേ ബസ് സ്റ്റാൻഡിൽ വെച്ച് പറഞ്ഞൊരു തമിഴ് പെൺകുട്ടിയോട്, അതിലൊക്കെ ഞാൻ ഇങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു റൊമാൻസിൻ്റെ ഒരു സാധനം പറയുമ്പോൾ പുള്ളി ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നിന്നൊരു സാധനം എന്തോ ഒരു സാധനം ഇങ്ങനെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവളെ ഇങ്ങനെ നോക്കി കാര്യം പറഞ്ഞിട്ട് ആ കുട്ടി ബസ്സിൽ കയറി പോകുന്ന സംഭവം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഇങ്ങനൊരു സാധനം എന്തോ ഒരു സാധനം കയറി പോകുന്നുണ്ട്. അത് ആ ടേക്ക് നോക്കി ഞാൻ ചെന്ന് ജിതിനോട് പറഞ്ഞു, ഡയറക്ടറോട് പറഞ്ഞു, അതൊന്ന് ആ മോണിറ്ററിൽ ഒന്ന് കാണിച്ചെന്നേ. സംഭവം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കാണാം ആ ഒരു മൊമെന്റിൽ വരുന്നൊരു സാധനം. ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ കാണുമ്പോഴുണ്ടാവും. എനിക്കിങ്ങനെ ഇമാതിരി സാധനം കാണുമ്പോഴേ ഇങ്ങനെ കയറി വരും നമുക്ക്. കാര്യം ലൈവ് നമുക്ക് പെർഫോമൻസിൽ കാണുക എന്നുള്ളത്, ഇപ്പം ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കാണുന്നത് നമുക്കത് കണ്ട് ഇത്രയും മ്യൂസിക് സംഭവങ്ങളെല്ലാം ഉണ്ട് ഇങ്ങനെ നമ്മൾ കാണുന്നു. പക്ഷെ അത് ലൈവ് കാണുമ്പോൾ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വേറെ ലെവൽ. അത് ഇങ്ങനെയുള്ള പല മൊമെന്റ്സ് ആ പടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇന്റർവൽ പഞ്ച് മറ്റേ ഇങ്ങനെ റൗണ്ട് വിട്ടിട്ട് ഇങ്ങനെ കയറി വരുന്നത്, അതൊക്കെ ലൈവ് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ കിളി പറഞ്ഞിരിക്കുക. പലരും ചോദിച്ചു അത് ഈ സാങ്കേതിക വിദ്യയിൽ ചെയ്തതാണോ? അല്ല, അത് ലൈവായിട്ട് സാറ് അതാ ഒരു ഇതിൽ തന്നെ 1, 2, 3 ഇങ്ങനെ റൗണ്ട് ചെയ്ത് പറഞ്ഞാണിപ്പോൾ ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഇതൊക്കെ കണ്ട് ലൈവ് കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അയ്യോ, പറഞ്ഞപ്പോ തന്നെ രോമാഞ്ചം. പല ഫാൻസിനെയും അസൂയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഫാൻസ് എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊക്കെ നമുക്കത് കിട്ടുന്നൊരു ഭാഗ്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും ഇത്രയും അടുത്ത് നിന്നൊന്നും കാണാൻ പറ്റില്ല. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. ചെന്ന് ചേർന്ന് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇവരുടെയൊക്കെ അടുത്ത്. അതുപോലെ ഇപ്പം ഒന്ന് ബാക്കി പറയാം. പറഞ്ഞോ? ഇല്ലില്ല, അടുത്ത കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ ഞാൻ ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം ഇനി വരാൻ പോകുന്ന ഒരു ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് തുടക്കം. വീണ്ടും ജൂഡ് ആന്റണി സാറിന്റെ കൂടെ വർക്ക് ചെയ്തു. വിസ്മയ മോഹൻലാലിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോകുന്നു. അതായത് പ്രണവ് കഴിഞ്ഞു, അടുത്തത് വിസ്മയ. എങ്ങനെയാണ് വിസ്മയുടെ കൂടെ ഉള്ള ആദ്യമായിട്ട് വിസ്മയും ഇതുപോലൊരു ലീഡ് ഇതിൽ തന്നെ വരികയാണ്? അതാ ഞാൻ പറഞ്ഞത്, ദുൽഖറിനെ കിട്ടി, അവിടെ നിന്ന് ഒരാള് വന്നു കിട്ടി, പ്രണവ് വന്നു, അത് കിട്ടി. ഇതേപ്പോ വിസ്മയ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നു. നല്ല രസമായിട്ടോ പടം, നല്ല രസമുള്ള പടമാണ്. നല്ല നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഒരു കാരണം എനിക്ക് നല്ലൊരു ക്യാരക്ടറുണ്ട്, നല്ല ക്യാരക്ടർ ചെയ്തു. നല്ല ഒരു പെർഫോമറാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ ആ ഒരു പുള്ളിക്കാരി എവിടെ നിന്നാണ് പറയണതെന്ന് അറിയാമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കുന്നത് പോലും ഭയങ്കര ഇതാണ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടാണ് ആളൊരു, വളരെ കാം. ഈ പറഞ്ഞ പ്രണവിൻ്റെ വേറൊരു വേർഷനാണ് മായ. ഭയങ്കര രസമാണ്. ഭയങ്കര ഇപ്പോഴും ചേട്ടാന്ന് വിളിച്ച് ആ ഒരു ഇതുണ്ടല്ലോ, കൊച്ചു കുട്ടികളുടെ ഒരു അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ സെറ്റിലൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ലാൽ സാർ ഈ അടുത്താണ് DSCരെ കണ്ടത്. ഈ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. സാറിന് ആക്ച്വലി ഞാൻ അദ്ദേഹം സെറ്റിലുണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നിട്ട് പെട്ടെന്ന് അപ്പം ജൂഡ് സാറ് നിൽപ്പുണ്ട്, മായ നിൽപ്പുണ്ട്. ഇവർ മൂന്നിയുടെ കാര്യം പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് മാറിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഇപ്പുറത്തേക്ക് കണ്ടിട്ട് വിളിച്ചു തന്നെ, മുനി വാ, ഞാൻ സിനിമ കണ്ടിരുന്നു കേട്ടോ, നന്നായിട്ട് ചെയ്തു,
കൊള്ളാം, നല്ല പരിപാടികൾ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല കമൻറ്റ് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, മമ്മൂട്ടി സാറ് അന്ന് അവിടെ വെച്ച് സ്റ്റേജിൽ വെച്ച് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ ലാൽ സാറ് അന്വേഷണം കണ്ടപ്പോൾ ലാൽ സാറും നല്ല അഭിപ്രായം പറഞ്ഞു. നമുക്ക് പറഞ്ഞില്ലേ, ഇവർ മലയാളത്തിൻ്റെ ലെജൻസാണ്, മീൻസ് മലയാളി അറിയാമല്ലോ നമുക്ക് ഇവരാരാണ്, നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വാക്കി നിർത്താൻ പറ്റുന്നവരല്ലോ രണ്ടുപേരും. അപ്പോൾ രണ്ടുപേരും ആ ഒരു സിനിമ കണ്ടിട്ട് നമ്മുടെ പെർഫോമൻസിനെ പറ്റിയും ആ സിനിമയെ പറ്റിയും നല്ലത് പറയുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇവരാണല്ലോ നമ്മളെ പറ്റി പറഞ്ഞത്. അപ്പം അത് നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ, ഇനി അത് നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മൾ അതുപോലെ നല്ല പരിപാടികൾ ചെയ്യണം. നമ്മളിതൊന്നും ഇതേപോലെ തന്നെ ഇതേ റൂട്ടിൽ നമ്മൾ ഇനിയും നല്ല നല്ല പരിപാടികളുടെ ഭാഗമായിട്ട് നിൽക്കണം. അതൊക്കെ ഇവരൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് തരുന്നത് നമുക്ക്. ബേസിക്കലി ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് തരുന്ന ഒരു റൂട്ടാണ്. ഇവരൊക്കെ ഒരു മാർഗദർശികളാണ്. ഇവർ എന്തുകൊണ്ടാണ് ഇവർ ഇപ്പോഴും മമ്മൂട്ടി മോഹൻലാലായിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന അവരുടെ ആ ഒരു വഴിയുണ്ടല്ലോ, അത് നമ്മളെല്ലാവരും കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. എന്തുകൊണ്ട് ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ ഇവർ നിൽക്കുന്നു എന്നുള്ളതാണ്. അതവർ ചെയ്ത കഥാപാത്രങ്ങൾ, അവരുടെ ഒരു തിരഞ്ഞെടുപ്പുകളും അതൊക്കെയാണ്. അതെങ്ങനെ അതിനെ പെർഫെക്ഷൻ ആക്കാം എന്നുള്ള അവർ കൊടുത്ത ഇതുണ്ടല്ലോ, സിനിമയോട് അവർ കാണിച്ചൊരു സമർപ്പണമുണ്ട്. അപ്പോൾ അത് എല്ലാവരും മാതൃകയാക്കേണ്ട സാധനമാണ്. അപ്പോൾ നമ്മളും കഴിയുന്നത് പോലെയൊക്കെ മാക്സിമം അതുപോലെ പിടിക്കാൻ നോക്കാതാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് അവരോടൊപ്പമൊന്നോ അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞ അവർ ഉണ്ടാക്കുന്ന റൂട്ടുണ്ട്, നമ്മൾ മാക്സിമം അതുപോലെയൊക്കെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി നമ്മളെ കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ബാക്കി സിനിമ നമ്മളെ സഹായിക്കുമെങ്കിൽ. ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, മമ്മൂട്ടി ഓർ മോഹൻലാൽ, ആരുടെ ഫാനാണ്? മമ്മൂട്ടി മോഹൻലാലും. ഒരാളെ ചൂസ് ചെയ്യാൻ ഇല്ല. ഇപ്പൊ അച്ഛനാണോ അമ്മയാണോ എന്ന് വെച്ചാൽ നമ്മളെന്താ പറയും? എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും ഒരുപോലെ ഇഷ്ടമല്ലേ. എനിക്ക് അതുപോലെ തന്നെയാണ് മമ്മൂട്ടി സാറും ലാൽ സാറും രണ്ടും. അപ്പൊ ഇനി മോഹൻലാലിന്റെ കൂടെ ഇനിയും ലാലേട്ടന്റെ കൂടെ എപ്പോഴായിരിക്കും ഇനി ഇന്ന്? ഞാനിങ്ങനെ എനിക്ക് അതൊരു വിഷമമായിട്ട് കിടക്കുകയാണ്. ഇതുവരെയും ലാൽ സാറിന്റെ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് ലാൽ സാറിന്റെ കൂടെ എനിക്ക് നല്ലൊരു സാധനം ഇതുവരെയും ചെയ്യാൻ ഒരു പക്ഷേ എന്നെ സ്ക്രീനിൽ ആദ്യമായിട്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തത് ലാൽ സാറിൻ്റെ കൂടെ കേട്ടോ. താണ്ഡവം, ഞാൻ പറഞ്ഞില്ലേ പഴയ ഒരു താണ്ഡവം കഥയുണ്ടല്ലോ, അതിൽ ലാൽ സാറിനെ എന്നെ അടുത്തടുത്ത് കാണിക്കുന്നുണ്ട്. അത് പക്ഷെ പാഞ്ഞു പോകുന്നെങ്കിലും അവിടെ സ്ലോ ആകുമ്പോഴത്തേക്ക് ഞാനാണ് ജൂനിയർ ആക്ടറാണ്. ജൂനിയർ ആക്ടർ ആയിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സ്ക്രീൻ പ്രസൻസ് സംഭവം എന്ന് പറയുന്നത് താണ്ഡവമായിരുന്നു. അപ്പൊ അതിൽ ഞാൻ സാറിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അത് ഞാൻ എവിടെയും പറയും. ആദ്യമായിട്ടൊരു സൂപ്പർ താരത്തോടൊപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തത്. അതെ. അപ്പൊ ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ അതാണ്, ലാലേട്ടന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്ത് തുടങ്ങി കുറെ സിനിമകളിൽ ഇപ്പൊ ജൂനിയർ ആക്ടറായിട്ട് കുറച്ച് വർഷം ഇങ്ങനെ നിന്നിട്ട് അവിടുന്ന് ഒരു ഹൈ ലെവലിലേക്ക് എത്തി ഇപ്പൊ ഇത്രയും വലിയ ഹൈ ലെവൽ എന്നുള്ളതല്ല, ബാലൻസ് ചെയ്ത് പോകാന്നുള്ളൂ. എനിക്ക് എപ്പോഴും ഈ ഹൈ ലെവൽ വേണ്ട. എനിക്ക് എല്ലാ വർഷവും മീൻസ് നമ്മളിങ്ങനെ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന കാലത്തോളം നമുക്ക് ഇങ്ങനെ പോയാൽ മതി. അത് കയറുകയൊന്നും വേണ്ട. കൃത്യമായിട്ട് നല്ല സിനിമകളുടെ ഭാഗമായിട്ട് സ്റ്റഡി ആയിട്ട് പോകാന്നുള്ളൂ. എനിക്കൊന്ന് നമ്മൾ ഹൈ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് ഒന്ന് താഴുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിലപ്പോൾ കിട്ടില്ല. നമുക്ക് നമ്മുടെ പിടി വിട്ടുപോകും. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുക, ഞാൻ പലയിടത്തുനിന്ന് കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. കാര്യം നമുക്ക് എന്നും ഈ സ്റ്റാർഡത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതില്ലാതാകുന്ന ഒരു മൊമെന്റിൽ ചിലപ്പോൾ നമുക്ക് സ്വയം നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാതായിരിക്കും. അതുണ്ടാവരുത്. അതിന് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ആ ഒരു സ്റ്റഡി ആയിട്ട് പോവുക എന്നുള്ളത് എന്നാണ് എൻ്റെ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഹൈയിലെത്തിയിട്ട് ഹൈയിൽ ഒരു സാച്ചുറേറ്റഡ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയറ്റത്തിന് ഇറക്കം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു പോയിന്റ് വെക്കാതിരുന്നാൽ മതി. ഒരു സാച്ചുറേറ്റഡ് പോയിന്റ് വെക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒന്നുകിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതിനെ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് പോയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കേണ്ടതുണ്ടെങ്കിൽ ഇങ്ങനെയും പോവാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിനൊരു പോയിന്റ് വെക്കരുത്. ഞാനിവിടെ എത്തി എന്നുള്ള ചിന്ത വരാതിരുന്നാൽ മതി. നമ്മളെങ്ങും എത്തിയിട്ടില്ല, നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക എന്നുള്ള ഇങ്ങനെ ഒരു റൂട്ടിലങ്ങ് പോവുക. അതിനൊരു എൻഡ് വെക്കാതിരുന്നാൽ മതി. സുഖമുള്ള പരിപാടിയാണ്. നമുക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവില്ല. ഈ ലൈഫിൽ റിസ്ക് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. തീർച്ചയായിട്ടും റിസ്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. റിസ്ക് ഇല്ലാതെ കാര്യങ്ങളും നടക്കില്ല. നമുക്കെപ്പോഴും ഈസി ആയിട്ട് കിട്ടുന്നൊരു സാധനം നമുക്കത് എന്ത് സാധനത്തിന് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. എൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറയുന്നത്. ഈസി ആയിട്ട് കിട്ടുന്നൊരു സാധനത്തിന് നമുക്ക് പെട്ടെന്ന് തന്നെ അത് കയ്യിൽ നിന്ന് പോകാനും നമുക്ക് സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കിട്ടുന്നത്ര എളുപ്പത്തിൽ തന്നെ അതിനേക്കാളും സ്പീഡിൽ അത് പോകും. പക്ഷെ നമുക്ക് അത്രയും കഷ്ടപ്പെടുകയാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കും. ഇത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു സെക്കൻഡിൽ കളയാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അത് നമുക്ക് തന്നെ തോന്നും ഇത് കളയാൻ പാടില്ല എന്നൊരു തോന്നൽ വരും. സോ
റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ റിസ്കിനെ ചേർത്ത് പിടിക്കും. റിസ്ക് കൊണ്ട് കിട്ടിയ സാധനത്തിനെ നമ്മൾ ചേർത്ത് പിടിക്കും. അതങ്ങനെയാണ്. മുമ്പ് ഞാൻ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അന്ന് ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഒരു ആക്ടർ എന്ന് ജിബിൻ ചേട്ടൻ സ്വയം മനസ്സിലാക്കിയ മൊമെൻ്റ് ഏതായിരുന്നു എന്നുള്ളത്. അന്ന് പറഞ്ഞത് ഇപ്പോഴും ഇങ്ങനെ എന്താ മമ്മൂക്ക പറയണ പോലെ പട്ടി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അങ്ങനെ ഒരു ഫുള്ളി ആക്ടറാണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇപ്പം അത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും? ഒരു ആക്ടർ എന്ന നിലയിൽ എത്രത്തോളം ഇപ്പം സാറ്റിസ്ഫൈഡ് ആണ്? സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ അത് അന്നത്തെ ഉത്തരത്തിൽ നിന്ന് ഒരു വ്യത്യാസമില്ല. അന്നും ഇന്നും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ആക്ടർ എന്നുള്ള ഒരിക്കലും ഏതെങ്കിലും ഒരു പടത്തിൽ വലിയൊരു വേഷം ചെയ്ത് നമ്മളത് ഹിറ്റായി എന്നുള്ളത് കൊണ്ട് ഞാനൊരു എന്താ ഒരു എല്ലാം തികഞ്ഞൊരു ആക്ടർ ആണെന്നോ. ഞാനൊരു ആക്ടറാണ്. അതെനിക്ക് ആ ഒരു ധാരണയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനൊരു ആക്ടറാണ്. കാര്യം ഞാനിപ്പോൾ എൻ്റെ പ്രൊഫഷനായിട്ട് എടുത്തിരിക്കുന്നത് ആക്ടിങ്ങിനെയാണ്. സോ അതുകൊണ്ട് ഞാനൊരു ആക്ടറാണ്. അതിനപ്പുറത്തേക്ക് ഞാനൊരു ഞാനൊരു ആക്ടറാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള സാധനം എനിക്കില്ല. അത് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഒരു ഫ്രെയിമിന് മുമ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ റൂട്ട് എവിടെ നിന്നാണ് തുടങ്ങുന്നത് ഞാൻ നോക്കുന്നത് അതാണ്. എൻ്റെ റൂട്ട് എവിടെയാണ്, ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയത്, അത് ചിന്തിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് ഒരു നോട്ടം നോക്കുന്നത്. അപ്പോൾ എനിക്കത് കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. അത് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാനിവിടെ എത്തി എന്നുള്ളൊരു ധാരണ എനിക്ക് വേണ്ട. അതൊരു യാത്ര മാത്രം. ഇതൊരു യാത്രയാണ്. ഈ യാത്ര ഇങ്ങനെ തുടരാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ചെന്ന് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതൊരു യാത്ര ഇങ്ങനെ പോട്ടെ, നമ്മൾ അതിലേക്കുള്ള ഒരു യാത്ര, അത്രേ ഉള്ളൂ. തുടർന്നുകൊണ്ടേയിരിക്കാം. ഇപ്പം ഒരു സ്പീച്ചിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു നടനാവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആയിരിക്കും എന്നുള്ളത്. ഈ നടനാവണം ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര വലിയൊരു പ്ലാറ്റ്ഫോമാണ്. എന്നാലും അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനുള്ളൊരു ധൈര്യമില്ലാത്തവരോ ഒക്കെ പലരും ഉണ്ടാവുമല്ലോ. കണ്ടന്റ് ഇടാൻ മടിക്കുന്നവർ, കാസ്റ്റിംഗ് കോൾ കൊടുത്തിട്ട് തിരിച്ച് കോൾ വരാത്തവർ, ഓഡീഷൻസ് ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടും ഒന്നും സെലക്ട് ആവാത്തവർ, അങ്ങനെയുള്ളവരോട് ജിബിൻ ഗോപിനാഥ് എന്ന ആക്ടർ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? നിരാശപ്പെടാതിരിക്കുക. നമ്മുടെ ടൈമും വരും. ആ ടൈമിന് വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. വെറുതെ ഇരുന്നാൽ ആ ടൈം വരത്തില്ല. പക്ഷേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ആ ഒരു ടൈം ഉണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു എൻട്രി കിട്ടുന്ന ടൈമുണ്ട്. മീൻസ് അതിൻ്റെ അർത്ഥം നമ്മൾ സിനിമാക്കാരനായി എന്നല്ല, പക്ഷെ സിനിമയിലേക്ക് വരാനുള്ളൊരു എൻട്രി കിട്ടും. അത് നമുക്ക് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ കൃത്യമായിട്ടും കിട്ടും. 100%. അതിൽ ഒരു സംശയവും വേണ്ട. ഞാൻ 100 ഞാൻ 200%, അങ്ങനെ കണക്കില്ല എങ്കിൽ പോലും ഞാൻ പറയും അതങ്ങനെ ഒരു കാര്യം സംഭവിക്കും. പക്ഷെ നമ്മളൊരു മൊമെൻറ്റിൽ പോലും എവിടെ കള്ളം കാണിച്ചാലും, ഞാൻ കള്ളം കാണിക്കാത്തൊരു സ്ഥലം സിനിമയാണ്. സിനിമയോട് എനിക്കൊരിക്കലും ഒരു മൊമെൻറ്റിലും കള്ളം കാണിക്കാൻ തോന്നിയിട്ടില്ല. നമ്മൾ എന്ത് കുസൃതിത്തരം തോന്നിയാലും അല്ലെങ്കിൽ ഒരു ചെറിയൊരു കള്ളം പറഞ്ഞു തോന്നിയാലും നമ്മൾ ചിലപ്പോൾ പറയുന്ന സന്ദർഭങ്ങളുണ്ടാവാം. പക്ഷേ സിനിമയ്ക്കകത്ത് സിനിമയോട് ഞാൻ ഒരിക്കലും ഒരു വേറൊരു റൂട്ട് ഞാൻ ഒരിക്കലും സിനിമയോട് ഞാൻ കാണിച്ചിട്ടില്ല. അത് ആരും, എനിക്ക് തോന്നുന്നു എല്ലാവരും അതിന് ശ്രമിച്ചാൽ മതിയാവും. സ്വാഭാവികമായിട്ടും ഒരു മൊമെൻറ്റിൽ നിരാശപ്പെടാതിരുന്നാൽ മതി. അതിന് ഒരു ടൈമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരിക്കലും ഒരു ടൈമിനോ ഒരു സ്പെസിഫിക് പോയിന്റിലേക്കോ അല്ല ഞാൻ നോക്കിയിട്ടുള്ളത്. അതിങ്ങനെ തുടരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനും പറയാൻ എനിക്ക് അത്രയേ ഉള്ളൂ. ഇതാണ് അല്ലെങ്കിൽ ഈ വർഷമാണ് എൻ്റെത് എന്ന് വിചാരിക്കാതിരിക്കുക. എല്ലാ വർഷവും നമുക്കുള്ളത് തന്നെയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു വർഷത്തിൽ നമുക്കൊരു എൻട്രി കിട്ടും. അതുവരെ തുടരുക, അതിനുശേഷവും തുടരുക, അത്രയേ ഉള്ളൂ. പിന്നെ ഏതൊക്കെയാണ് വരാനിരിക്കുന്ന പ്രോജക്ട്സ് ഒക്കെ? ഇപ്പോൾ ലേറ്റസ്റ്റ് ഈ തുടക്കം തന്നെയാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയത്. അത് കഴിഞ്ഞ് അണലി, മിഥുൻ മാനുവൽ തോമസ് സാറിൻ്റെ അണലി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഹോട്ട്സ്റ്റാറിലെ സീരീസ് ഉണ്ട്, വെബ് സീരീസ് ഉണ്ട്. അതിലൊരു ലിയോണയാണ് ലീഡ്. നിഖില വിമൽ ഒരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ യബിൻ, അതുപോലെ തന്നെ എൻ്റെ നല്ലൊരു പ്രധാന വേഷമൊന്നും ഞാനാണ് ചെയ്തേക്കുന്നത്. ശിവരാജ്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുള്ളൊരു സംഭവമായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇദ്ദേഹമുണ്ട്, കുറേ ആൾക്കാർ, നമ്മുടെ സിനിമയിൽ കുറേ ആൾക്കാരുള്ള പരിപാടിയാണ് അത്. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം എനിക്ക് DSRയും കളങ്കാവൽ സമ്മാനിച്ചതുപോലെ തന്നെ നല്ല പെർഫോമൻസ് വൈസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ് എന്നെ വിശ്വസിച്ച് അദ്ദേഹം ഏൽപ്പിച്ചത്. അത് അദ്ദേഹത്തിന് അത് വർക്കായി എന്ന് തന്നെയാണ്. ഇനി ബാക്കി കാണുന്നവർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. തുടക്കത്തിലും ഞാൻ ഇതുവരെയും പിടിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. അതും ചില നമുക്ക് ഈ പറഞ്ഞ ജൂഡാശാനായാലും ഇപ്പോൾ മിഥുൻ മാനുവൽ ആശാനായാലും നമ്മുടെയൊക്കെ വെച്ചിട്ട് ഒരു കോൺഫിഡൻസ് കാണിക്കുന്നുണ്ട്, അവൻ ചെയ്യും എന്നുള്ളൊരു സാധനം കാണിക്കുന്നതിൽ. അപ്പോൾ അതുപോലെ ഇപ്പോൾ പുതിയ കുറച്ച് പരിപാടികളൊക്കെ വരുന്നതിലെല്ലാം നമ്മളെ കൊണ്ട് പുള്ളി ചെയ്യും കേട്ടോ എന്നൊരു വിശ്വാസം തരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു കോൺഫിഡൻസ്. കാര്യം
അപ്പോൾ അത് നമ്മളെ ഒരാൾ വിശ്വസിച്ചാൽ നമ്മൾ അതിൻ്റെ 100 മടങ്ങ് നമ്മൾ വിശ്വസിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനം നമുക്കും കിട്ടും. അപ്പോൾ അതൊക്കെ തന്നെയാണ്. ഇനി വരാൻ കുറച്ച് നല്ല പ്രോജക്റ്റുകളുണ്ട്. കുറച്ച് സംഭവങ്ങൾ ഞാൻ കഥകൾ കേട്ടു. 1-2 ഞാൻ ഓക്കെ പറഞ്ഞു. ബാക്കി ഒന്ന് വഴിയെ നോക്കാം എന്നുള്ള രീതിക്കാണ്. ഇത് ഈ സിനിമകൾ ഒരുപാട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ല ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. കാര്യം നമ്മളെന്ത് ചെയ്യുമെന്ന് കാഴ്ചക്കാരനൊരു മുൻധാരണ കൊടുക്കാതെ പോവുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഒറ്റ പുള്ളിയല്ലേ, ഓക്കെ എന്ന് പറയുന്നതിനപ്പുറത്തേക്കും അയാളുള്ള പടമാണോ, ഇപ്പോൾ പരിപാടി കൊള്ളായിരിക്കുമല്ലോ. നമുക്ക് ചില ഡയറക്ടേഴ്സിനെ പറ്റി, ചില ആക്ടേഴ്സിനെ പറ്റി നമുക്ക് ഇങ്ങനെ ഇതുണ്ടാവില്ലേ. ഇപ്പോൾ ഇപ്പോൾ ഞാൻ പേര് സ്പെസിഫൈ ചെയ്യുന്നില്ല. സപ്പോസ് ഒരാൾ ഇപ്പം ഒരു പടം ഇന്ന ഡയറക്ടറാണ്, അതിലൊരു പരിപാടി കാണും എന്ന് കാര്യം നമ്മൾ സിനിമ കാണാൻ പോകും. അപ്പം അതുപോലെ എനിക്ക് പറ്റും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു പേരിലേക്ക് എത്തണം. മീൻസ് നമ്മൾ ജിബിൻ പുള്ളി ഏത് പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിവരെ വേറെ സംഭവമില്ല. ഒരു അവാർഡ് അതിനുപുറം വേറൊന്നുമില്ല. ഒരു സിനിമ കാണുന്ന ഒരാളാണ് പുള്ളിയുള്ള പടമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. പക്ഷെ അപ്പോൾ അത് നമ്മളൊരു കുറച്ച് നല്ല തിരഞ്ഞെടുപ്പുകൾ വേണ്ടി വരും. പക്ഷെ എപ്പോഴും അങ്ങനെ തിരഞ്ഞെടുപ്പിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. നമുക്ക് വിട്ടുവീഴ്ചകൾ എല്ലായിടത്തും വേണം എന്നുള്ളതാണ്. ഒരു നിലനിൽക്കുന്നൊരു സംഭവം കൂടിയുണ്ട്. നമുക്ക് ഫാമിലി ഉണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ എന്നും എനിക്ക് ഇമാതിരി കാമ്പുള്ള കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷത്തിൽ 1 പടമായിരിക്കും, ചിലപ്പോൾ എനിക്ക് 2 പടമായിരിക്കും. പക്ഷേ അതിനെ നമ്മുടെ ജീവിതമായിട്ട് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ക്യാരക്ടർ എന്താണ്, നല്ല പെർഫോം ചെയ്യാനുണ്ടോ എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് നല്ല സിനിമകളുടെ നല്ല ക്യാരക്ടറുടെ ഭാഗമാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ബാക്കിയൊക്കെ വരട്ടെ. ഈ പോലീസ് ഇതിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഈ ഫിനാൻഷ്യൽ ഹഡിൽസ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നോ? പോലീസ് ജോലി കൃത്യമായിട്ട് ശമ്പളം തരുമായിരുന്നു. അത്യാവശ്യം മോശമില്ലാത്ത നല്ല രീതിയിൽ ശമ്പളം തന്നിട്ടിരുന്നത്, എൻ്റെ ലോണുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ലീവ് കയറിയിട്ടും സിനിമകളൊന്നും അങ്ങനെ കാര്യമായിട്ട് അപ്പോഴൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ലീവ് എടുത്ത് 1 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടുകാർ പോലും മനസ്സിലാക്കുന്നത്. ഞാൻ ജോലിക്ക് വരുന്നപ്പോൾ ഗതികെട്ട് ചോദിച്ചതാണ്, ജോലിക്ക് പോകണില്ലേ, എന്താ പോകാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലീവ് എടുത്തു. അപ്പോൾ ചോദിച്ചു മെഡിക്കൽ ലീവാണ്? അല്ല, ഞാൻ ലോങ് ലീവ് എടുത്തു. എത്ര കാലത്തേക്ക്? ഞാൻ പറഞ്ഞു 5 കൊല്ലത്തേക്ക്. ശരി, എന്തിനാണ്? അപ്പോൾ പറഞ്ഞു സിനിമ. എന്തിനാണെന്നല്ല അത്. അപ്പോൾ സിനിമ. അപ്പോൾ പറഞ്ഞു സിനിമയ്ക്ക്. അപ്പം സിനിമയ്ക്ക് പോകണില്ലല്ലോ. അല്ല, സിനിമയൊന്നും ആയില്ല. പിന്നെ ലീവ് എടുത്തത് സിനിമ വരും, ഞാൻ എൻ്റെ പുറകിലാണല്ലോ. പിന്നെ വേറെ ചോദ്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഇപ്പം അമ്മയായാലും വൈഫ് ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. അവർക്കറിയാം. കാര്യം എൻ്റെ ഓർമ്മ അല്ലെങ്കിൽ എനിക്കൊരു അല്പം ഒരു ചിന്തകൾ എൻ്റെ സ്വയം ചിന്തിച്ചു തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് സിനിമ എന്നുള്ളൊരു വികാരമാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ചർച്ചകളിൽ, എൻ്റെ സംസാരങ്ങളിൽ. അത് സിനിമയായിട്ട് ബന്ധപ്പെടാത്ത ഒരു കൂട്ടുകാരനാണെങ്കിൽ പോലും ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഏതെങ്കിലും സിനിമയിലോ അല്ലെങ്കിൽ സിനിമയെ പറ്റിയുള്ള ചർച്ചകളിലോ ആയിരിക്കും തീരുന്നത്. അതുമായിട്ട് എല്ലാവർക്കും അറിയാം, കുടുംബത്തിലും കൂട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ലോങ് ലീവ് എടുത്തു എന്ന് പറഞ്ഞിട്ട് അവർക്ക് എനിക്ക് സിനിമയില്ല എങ്കിൽ പോലും ഞാൻ ലീവ് എടുത്തു എന്നുള്ളത് ആരും എന്നെ കുറ്റം പറയില്ല. ആരും എന്നെ കുറ്റം പറഞ്ഞിട്ടുമില്ല. പക്ഷെ പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, നീ ലീവ് എടുത്താണ്, എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലടേ, എനിക്കൊരു പണി ഉണ്ടായിരുന്നില്ലടേ, എന്തിടേ നീ കളഞ്ഞത്, നീ എന്ത് വിശ്വസിച്ചിട്ടേ സിനിമയിലോട്ട് പോകണം? ഞാൻ പറഞ്ഞാൽ വിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ലൈൻ. അത് നടക്കണമെങ്കിൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ ഇല്ല, അതും പ്രശ്നമുള്ള കേസല്ല. കാര്യം ഞാനായിട്ട് തീരുമാനിച്ചെടുക്കുന്നതല്ലേ ലീവും. അല്ലെങ്കിൽ എൻ്റെ ഒരു തീരുമാനങ്ങൾ എപ്പോഴും എൻ്റെതാണ് കേട്ടോ. ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനെയും എൻ്റെ ഒരു തീരുമാനത്തിൽ ഇടപെടാൻ ഞാൻ സമ്മതിക്കില്ല. അതെൻ്റെ മാത്രമാണ്. ഇത് എന്ത് തീരുമാനം എടുത്താലും അല്ലെങ്കിൽ വേറൊരാളിൻ്റെ ഒരു തീരുമാനത്തെ സപ്പോർട്ട് ചെയ്ത് ഞാനൊരു തീരുമാനം എടുക്കില്ല. എനിക്ക് തോന്നിയാൽ ഞാനത് ചെയ്യും. എൻ്റെ വിശ്വാസമാണ്. എൻ്റെ തീരുമാനങ്ങളെന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഞാനൊരു കാര്യം വിശ്വസിച്ച് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അതിലൊരാളുടെ ഇടപെടൽ എനിക്ക് ഇഷ്ടമല്ല. ആരായാലും എനിക്കത് ഇഷ്ടമല്ല. അത് ചിലപ്പോൾ ഞാനത് പ്രകടിപ്പിച്ചില്ല എന്നിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എനിക്കത് എനിക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അത് ഞാൻ എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യുള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പം ഈ നല്ല കുറച്ച് കഥാപാത്രങ്ങൾ ഇപ്പം വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ചോദിക്കട്ടെ, ഇനിയും എക്സ്പ്ലോർ ചെയ്യണം എന്ന് താല്പര്യമുള്ള കഥാപാത്രങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയായിരിക്കും? അയ്യോ, അങ്ങനെ ഒന്നൊന്നുമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഏതൊരു ക്യാരക്ടർ കാണുമ്പോഴും, നമ്മളിപ്പോൾ അത് ഒരു ഹോളിവുഡ് ഫിലിം കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഹിന്ദി ഫിലിം കാണുമ്പോഴോ, അതിന് മലയാളത്തിൽ തന്നെ ചെയ്തു വെച്ച പല സിനിമകളും കാണുമ്പോൾ കൊതി വന്നു, ദൈവമേ എന്ത് പെർഫോമൻസ് ആണ്, ഇതുപോലെയൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഒന്നെന്നുള്ളതല്ല, അത് ഒരു ക്യാരക്ടർ എന്നുള്ളതല്ല. നമ്മള് പലപ്പോഴും നമ്മളിപ്പം പറയാറില്ലേ, സത്യൻ സാറിൻ്റെ പടങ്ങളിലെ നമ്മൾ ചില
ആക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറയാറില്ല, ഇപ്പം ശങ്കരാടി സാറ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോരുത്തരും, ഇപ്പം പിന്നെ എന്താണ് മുഴുവൻ ചേട്ടൻ, അങ്ങനെ ജഗതി ചേട്ടൻ, ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട്. എല്ലാവരും അന്നത്തെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ ആ ചെറിയ പ്രായത്തിൽ നമ്മളിതൊക്കെ ആസ്വദിച്ചിരുന്നു. പക്ഷേ കുറച്ച് വലുതായപ്പോഴാണ് ഇവരുടെയൊക്കെ മിസ്സിങ് നമുക്ക് മനസ്സിലാവുന്നത്. അന്ന് നമ്മൾ പറഞ്ഞ ഒരു സിനിമ കാഴ്ചക്കാരൻ മാത്രമാണ്. പക്ഷെ നമ്മളിങ്ങനെ സിനിമയുടെ കൂടെ നടക്കുമ്പോഴാണ് എന്തായിരുന്നു ഇവരൊക്കെ എന്നുള്ളത്. ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു മിസ്സിങ് ഉണ്ടല്ലോ, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ സിനിമയ്ക്ക് അത്തരം ക്യാരക്ടറുകൾ കൊടുത്ത ഒരു ഗ്യാപ്പുണ്ട്. അത് ഫില്ലാവാതെ കിടക്കുന്ന കുറേ ഏരിയകളുണ്ട്. സത്യൻ സാറൊക്കെ അത് പറഞ്ഞിട്ടുമുണ്ട്, ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇവരൊന്നും ഇല്ലാതെ എങ്ങനെയെന്നുള്ള ചിന്ത പലപ്പോഴും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇപ്പം ശ്രീനിവാസ സാറ്, നമുക്ക് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ശ്രീനിവാസ സാറൊന്നും ഇല്ല എന്നുള്ളത് എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ നിമിഷം വരെ എനിക്ക് എന്തോ തോന്നുന്നില്ല, അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല. ഇന്നലെ ഈ പറഞ്ഞ നമ്മളൊരു ഫംഗ്ഷന് ധ്യാനം വെച്ച് കണ്ടപ്പോഴും അപ്പോൾ ഞാൻ നോക്കി പുള്ളിയുടെ ഈ നമ്മുടെ ഫോണിലെ ഇതുണ്ടല്ലോ, സ്ക്രീൻ സേവർ ഉണ്ടല്ലോ, അത് എന്തായാലും പറയുന്നത്, വാൾപേപ്പർ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു സംഭവമാണ് ഈ അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിലുള്ള ശ്രീനിവാസ സാറിൻ്റെ. ഞാൻ കുറേ നേരം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിത് കണ്ടപ്പോഴേ നമുക്കെന്തോ വല്ലാത്തൊരു ഫീലാണ് അതൊക്കെ. അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടല്ലോ, അത് ഇല്ല എന്നുള്ളത് നമുക്കറിയാം, പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇവരൊക്കെ ചെയ്തു വെച്ച സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ കാണുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ യൂട്യൂബിലെടുത്ത് കാണുക, അല്ലെങ്കിൽ പഴയ സിനിമകൾ കാണാൻ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇത് കാണുമ്പോഴത്തേക്കും കൊതി വരും, ഭീകരമായിട്ട് കൊതി വരും. നേരത്തെ പറഞ്ഞില്ലേ, കൊതിയാ വരുന്നത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെ പെർഫെക്ഷനോടെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ വല്ലാതെ കൊതിക്കും. അയ്യോ എന്താണ് ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ നമ്മുടെ. അയ്യോ അത് വേറെ ഭയങ്കര നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം കേട്ടോ അത്. ഇമാതിരി ആർട്ടിസ്റ്റുകൾ, ഇത്രയും കഴിവുള്ളവരെ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ട് ഇറക്കി എന്നുള്ളതാണ്. നമ്മുടെ മലയാള സിനിമയിൽ ഇവർക്കൊക്കെ ഇത്ര അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ല, ഇവരുടെയൊക്കെ ഒരു കഴിവിൻ്റെ മാനദണ്ഡം ഇവർക്ക് കിട്ടിയ അവാർഡുകളൊന്നുമല്ല. ഇവർ ചെയ്തു വെച്ച ക്യാരക്ടർ റീപ്ലേസ് ചെയ്യാൻ ആളില്ല, അത് ഒരു ഭാഷയിലും ഇല്ല. അത് 100% പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത കുറേ ആർട്ടിസ്റ്റുകൾ നമുക്കുണ്ട്. അയ്യോ, അതിൽ നമ്മൾ കാണാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പം അതൊക്കെ കാണുമ്പോൾ അങ്ങനെ കൊതി വരും, എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കണം, നമുക്കൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെ ഇതിനൊരു ഷെയ്ഡുള്ള സാധനമെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു ചിന്ത വരാറുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം എന്തായാലും ഈ ആഗ്രഹിച്ച പോലത്തെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ഇപ്പം എന്തായാലും ടോപ്പിൽ നിൽക്കുകയാണ് ഇപ്പം. അതെ, തീർച്ചയായിട്ടും ആണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തു വെച്ച കഥാപാത്രങ്ങളാണെങ്കിലും ഇപ്പം പാസ്റ്റ് ഒരു 2-3 years നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തു. ഇനി വരാനിരിക്കുന്നതും അതുപോലെ തന്നെ ഭയങ്കര ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളൊക്കെയാണ്. എല്ലാം അടിപൊളി ആവട്ടെ. അടുത്ത വട്ടം ഇനി വീണ്ടും ഒരു അടിപൊളി സാധനം കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ജിബിൻ ചേട്ടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.